നമസ്കാരം മക്കളെ, സുബർ സാറാണ്. നമ്മുടെ പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നത് 22-ാം തീയതിയാണ്. അത് കഴിഞ്ഞപ്പം ഒരു 3 ദിവസം കൂടെ പിന്നിട്ടു. 25-ാം തീയതി, നാളെ 26, 27, 2 ദിവസം കൂടി ഉള്ളൂ ഇനി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ. ആരുമേ മറക്കരുത്. പല കുട്ടികളും ഇതെല്ലാം കഴിഞ്ഞിട്ട് വിളിച്ചു ചോദിക്കും, സാറേ ആപ്ലിക്കേഷൻ കൊടുത്തോ, സമയമായോ, എല്ലാം കഴിഞ്ഞിട്ട് ഇനി തിരുവനന്തപുരത്ത് കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ ഇതിനൊക്കെ സമയം നോക്കി നിൽക്കാതെ ഉടൻ തന്നെ അങ്ങോട്ട് കൊടുക്കുക. ലാസ്റ്റ് ഡേറ്റിന് വേണ്ടി വെച്ചുകൊണ്ടിരിക്കാതെ ഉടൻ തന്നെ കൊടുക്കുക. 27 കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഉണ്ട്, ഫൈനോടുകൂടിയൊക്കെ അടയ്ക്കാം. അതിനൊന്നും കാത്തു നിൽക്കേണ്ട, ഉടൻ തന്നെ നോർമലായിട്ട് കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഇനി പല കുട്ടികളും വിളിച്ചു ചോദിക്കാറുണ്ട് എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അത് ഒത്തിരി പേരുടെ സംശയമാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കേട്ടോ. നമുക്കിപ്പോൾ 2024 ഒരു ഫെയിലായ കുട്ടി, അല്ലെങ്കിൽ അതിന് മുമ്പോ എന്തായാലും ഈ +1 ഇംപ്രൂവ്മെന്റ് മിക്ക കുട്ടികളും 90% സ്റ്റുഡൻസും +1 ഇംപ്രൂവ്മെന്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അന്നേരം +2 കൂടി എഴുതിയവരും ഉണ്ട്, പിന്നെ എഴുതാത്തവരും ഉണ്ട്. ഈ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ രണ്ടും കൂടിയായിരുന്നു നമ്മൾ ഫീസ് അടച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ കുട്ടികൾക്കെല്ലാം നമ്മൾ രജിസ്റ്റർ ചെയ്യാത്തവർ മാത്രമേ ഉള്ളൂ എഴുതാൻ പറ്റാത്തവർ. മറ്റുള്ളവർക്കെല്ലാം ഈ എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, ചിലരുണ്ട് ഇത് അന്നേരം മറന്നുപോയവരുണ്ട്, +2-ന് അപ്ലൈ ചെയ്യാത്തവരുണ്ട്. അവർക്ക് ഈ എക്സാമും എഴുതാൻ പറ്റത്തില്ല. അതാണ് മറ്റൊരു മെയിൻ പ്രോബ്ലം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. രജിസ്റ്റർ ചെയ്തവർക്കെല്ലാം മീൻസ് 2024 നമ്മുടെ നവംബർ ഡിസംബർ മാസത്തിൽ അപ്ലൈ ചെയ്തല്ലോ ആ +1 ഇംപ്രൂവ്മെന്റ്, അതിന്റെ കൂടെ തന്നെ +2 ഉണ്ടായിരുന്നു. ആ സമയത്ത് രജിസ്റ്റർ ചെയ്തവർക്കെല്ലാം +2 സേയ്ക്കും നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനിയും അപ്ലൈ ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ട് +2 എക്സാം എഴുതിയില്ല എന്ന് വിചാരിക്കുക, ആബ്സെന്റ് ആയി, അവർക്കും കുഴപ്പമൊന്നുമില്ല, എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റാത്തൊരു വളരെ റയർ ആയിരിക്കും. അത് രജിസ്റ്റർ ചെയ്യാത്തൊരു മാത്രമേ ഉള്ളൂ. 2024 ഡിസംബറിൽ 25-ലെ +1 ഇംപ്രൂവ്മെന്റും +2 റെഗുലറിന്റെ ആ സമയത്ത് എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാത്തവർ മാത്രമേ ഉള്ളൂ +2 സേയ്ക്ക് എഴുതാൻ പറ്റാത്തവർ. അല്ലാത്തവർക്കെല്ലാം എഴുതാം. ഓക്കെ ആണല്ലോ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾ ജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അടിപൊളിയായിട്ടുള്ള ക്ലാസ് ഒന്ന് ഏത് സബ്ജക്റ്റിനെയും ജയിപ്പിക്കുക. അതിനുവേണ്ടി നിങ്ങൾക്ക് താഴെ തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും അങ്ങോട്ട് ശുഭസേ സീക്ര എന്ന് പറയുന്നുണ്ട്, നല്ല കാര്യങ്ങൾ ആദ്യം എന്നുള്ളത് എളുപ്പം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തോ. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തിക്കും. നമ്മൾ ആരെങ്കിലും ഈ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്തിടുക. ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.